നമസ്കാരം. സക്സസ് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റാൻഡം ആയിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. 2 പാർട്ടായിട്ടായിരിക്കും വീഡിയോ വരിക. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന കവി ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള തുളസീദാസ് എന്നറിയപ്പെടുന്ന കവി. കേരള തുളസീദാസ്, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക. ആറ്റം. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം എന്ന ആശയം അവതരിപ്പിച്ച ഗ്രീക്ക് തത്വചിന്തകൻ ഡെമോക്രിറ്റസ്. ഡെമോക്രിറ്റസ് ആണ് ആറ്റം എന്ന ആശയം അവതരിപ്പിച്ച ഗ്രീക്ക് തത്വചിന്തകൻ. എന്താണ് ആറ്റം? ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ്. ആറ്റം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഡെമോക്രിറ്റസ് ആണ്. അദ്ദേഹം ഒരു ഗ്രീക്ക് തത്വചിന്തകനാണ്. കൊച്ചിൻ സാഗ എന്ന കൃതി രചിച്ചത് ആര്? റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചിൻ സാഗ എന്ന കൃതി രചിച്ചത് റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചിൻ സാഗ, റോബർട്ട് ബ്രിസ്റ്റോ. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഏത് സംസ്ഥാനത്താണ് മൈക്ക മൈനുകൾ ബാലവേലരഹിതമായി പ്രഖ്യാപിച്ചത്? ജാർഖണ്ഡ്. ജാർഖണ്ഡിലാണ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് സംസ്ഥാനത്ത് മൈക്ക മൈനുകൾ ബാലവേലരഹിതമായി പ്രഖ്യാപിച്ചത്. കൊട്ടാരങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം കൊൽക്കത്ത. കൊൽക്കത്തയാണ് കൊട്ടാരങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. കൊട്ടാരങ്ങളുടെ നഗരം കൊൽക്കത്ത. കടലിനടിയിലൂടെ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ടണൽ. ചാനൽ ടണൽ. ചാനൽ ടണൽ എന്താണ്? കടലിനടിയിലൂടെ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ടണലാണ്. ലെനിൻഗ്രാഡിന്റെ പുതിയ പേര്? സെന്റ് പീറ്റേഴ്സ്ബർഗ്. ലെനിൻഗ്രാഡിന്റെ പുതിയ പേരെന്താണ്? സെന്റ് പീറ്റേഴ്സ്ബർഗ്. രാജീവ് ഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ സംബന്ധിച്ച അന്വേഷണ കമ്മീഷൻ. JS വർമ്മ കമ്മീഷൻ. JS വർമ്മ കമ്മീഷൻ എന്താണ്? രാജീവ് ഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ സംബന്ധിച്ച അന്വേഷണ കമ്മീഷൻ. ബംഗ്ലാദേശിന്റെ ദേശീയ വൃക്ഷം ഏതാണ്? ബംഗ്ലാദേശിന്റെ ദേശീയ വൃക്ഷമാണ് മാവ്. മാവാണ് ബംഗ്ലാദേശിന്റെ ദേശീയ വൃക്ഷം. ഇന്ദ്രനീലത്തിന്റെ രാസനാമം? അലൂമിനിയം ഓക്സൈഡ്. അലൂമിനിയം ഓക്സൈഡ് എന്താണ്? ഇന്ദ്രനീലത്തിന്റെ രാസനാമം. അലൂമിനിയം ഓക്സൈഡ് എന്താണ്? ഇന്ദ്രനീലത്തിന്റെ രാസനാമം. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത്? ഷില്ലോങ്. ഷില്ലോങ് ആണ് കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്നത്. ആറ്റം ബോംബിന്റെ പിതാവ് ആരാണ്? റോബർട്ട് ഓപ്പൺഹൈമർ. റോബർട്ട് ഓപ്പൺഹൈമർ ആണ് ആറ്റം ബോംബിന്റെ പിതാവ്. സിന്ധു നദീതട നിവാസികൾ ആദ്യം മെരുക്കിയെടുത്ത മൃഗം ഏതാണ്? നായ. നായകളെയാണ് സിന്ധു നദീതട നിവാസികൾ ആദ്യം മെരുക്കിയെടുത്ത മൃഗം. വിഭജനാനന്തര ആന്ധ്രാപ്രദേശിന്റെ ആദ്യ മുഖ്യമന്ത്രി? N. ചന്ദ്രബാബു നായിഡു. വിഭജനാനന്തര ആന്ധ്രാപ്രദേശിന്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് N. ചന്ദ്രബാബു നായിഡു. ഇന്ത്യയിലെ ആദ്യ കേന്ദ്ര മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി? ജഗ്ജീവൻ റാം. ജഗ്ജീവൻ റാം ആരാണ്? ഇന്ത്യയിലെ ആദ്യ കേന്ദ്ര മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭ ഏത് പാർട്ടിയുടേതാണ്? നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം? കൊൽക്കത്തയാണ്. കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം കൊൽക്കത്ത. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം കൊൽക്കത്ത. ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിച്ച സ്ഥലം? കൊല്ലം. ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിച്ച സ്ഥലം കൊല്ലമാണ്. അച്ചിപ്പുടവ സമരം, മൂക്കൂത്തി സമരം തുടങ്ങിയവ നടത്തിയത് ആരാണ്?
ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. ആറാട്ടുപുഴ വേലായുധപ്പണിക്കരാണ് അച്ചിപ്പുടവ സമരം, മൂക്കൂത്തി സമരം തുടങ്ങിയവ നടത്തിയത്. ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയത് എവിടെ വച്ചിട്ടാണ്? കായിക്കര. കായിക്കരയിൽ വച്ചിട്ടാണ് ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയത്. ഏതു വർഷമാണ്? 1891. 1891 കായിക്കരയിൽ വച്ചിട്ടാണ് ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയത്. മാതങ്കിയുടെ കഥ പറയുന്ന ആശാന്റെ കൃതി. മാതങ്കിയുടെ കഥ പറയുന്ന കുമാരനാശാന്റെ കൃതി ഏതാണ്? ചണ്ഡാലഭിക്ഷുകി. ചണ്ഡാലഭിക്ഷുകിയാണ് മാതങ്കിയുടെ കഥ പറയുന്ന ആശാന്റെ കൃതി. ഗുരു സർവമത സമ്മേളനം നടത്തിയ വർഷം. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് 1924. 1924 സർവമത സമ്മേളനം നടന്നത്. ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവാണ് ഈ സമ്മേളനം നടത്തിയത്. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ടത്. SNDP യോഗം ആരംഭിച്ചതെന്ന്. SNDP യോഗം ആരംഭിച്ചത് 1903 മെയ് 15. 1903 മെയ് 15 SNDP യോഗം ആരംഭിച്ചത്. SNDP യോഗത്തിന്റെ ആദ്യ വൈസ് ചെയർമാൻ ആരാണ്? ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആണ് SNDP യോഗത്തിന്റെ ആദ്യ വൈസ് ചെയർമാൻ. SNDP യോഗം ആരംഭിച്ചത് 1903 മെയ് 15. ഈ യോഗത്തിന്റെ ആദ്യ വൈസ് ചെയർമാൻ ഡോക്ടർ പൽപ്പു ആണ്. ശ്രീനാരായണ ഗുരുവിന്റെ യോഗ ഗുരു ആരാണ്? തൈക്കാട് അയ്യ. തൈക്കാട് അയ്യ ആണ് ശ്രീനാരായണ ഗുരുവിന്റെ യോഗ ഗുരു. പുരാവസ്തു ശാസ്ത്രജ്ഞർ ആദ്യം കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം. ഹാരപ്പ. ഹാരപ്പയാണ് പുരാവസ്തു ശാസ്ത്രജ്ഞർ ആദ്യം കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം. ഇന്ത്യയിൽ ഗാന്ധിജി നിരാഹാരമനുഷ്ഠിച്ച ആദ്യ സമരമായ അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം. 1918. ഇന്ത്യയിൽ ഗാന്ധിജി നിരാഹാരമനുഷ്ഠിച്ച ആദ്യ സമരമായ അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം 1918. പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിലാഷ് ടോമി. കേരളം. മലയാളിയായ അഭിലാഷ് ടോമിയാണ് പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ. ബീഹാറിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി. റാബറി ദേവി. റാബറി ദേവി ആരാണ്? ബീഹാറിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി. ടാഗോറിനോടുള്ള ബഹുമാനാർത്ഥം ആശാൻ രചിച്ച കൃതി. ടാഗോറിനോടുള്ള ബഹുമാനാർത്ഥം ആശാൻ രചിച്ച കൃതിയാണ് ദിവ്യകോകിലം. ദിവ്യകോകിലം ആര് രചിച്ചതാണ്? കുമാരനാശാൻ രചിച്ച കൃതിയാണ്. ആരോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ കൃതി രചിച്ചത്? ടാഗോറിനോടുള്ള ബഹുമാനാർത്ഥം കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദിവ്യകോകിലം. ശ്രീനാരായണ ഗുരു ഗജേന്ദ്രമോക്ഷം സമർപ്പിച്ചിരിക്കുന്നത് ആരുടെ പേരിലാണ്? ചട്ടമ്പി സ്വാമിയുടെ. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയുടെ പേരിലാണ് ഗജേന്ദ്രമോക്ഷം സമർപ്പിച്ചിരിക്കുന്നത്. മലബാർ ഇക്കോണമിക് യൂണിയൻ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആണ് മലബാർ ഇക്കോണമിക് യൂണിയൻ സ്ഥാപിച്ചത്. പരമാണു എന്ന ആശയം അവതരിപ്പിച്ച ഇന്ത്യൻ തത്വചിന്തകൻ. കണാദൻ. കണാദനാണ് പരമാണു എന്ന ആശയം അവതരിപ്പിച്ച ഇന്ത്യൻ തത്വചിന്തകൻ. 2024 ജൂലൈ 7 ഫ്രാൻസിൽ നടന്ന പാരീസ് ഡയമണ്ട് ലീഗിൽ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യക്കാരൻ ആരാണ്? അവിനാഷ് സാംബ്ലെ. അവിനാഷ് സാംബ്ലെ ആരാണ്? 2024 ജൂലൈ 7 ഫ്രാൻസിൽ നടന്ന പാരീസ് ഡയമണ്ട് ലീഗിൽ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യക്കാരനാണ്. 2024-26
FATF പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് ആരാണ്? എലിസ ഡി ആൻഡാമദ്രാസോ. എലിസ ഡി ആൻഡാമദ്രാസോ ആണ് 2024-26 FATF പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത്. IT വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ സ്ഥാപിതമായ IT ക്ലബ്ബുകൾ ലിറ്റിൽ കൈറ്റ്സ്. എന്താണ് ലിറ്റിൽ കൈറ്റ്സ്? IT വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ സ്ഥാപിതമായ IT ക്ലബ്ബുകളാണ്. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ധാർ. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ധാർ. വിൻഡോസ് OSന്റെ ഏറ്റവും പുതിയ പതിപ്പ് വിൻഡോസ് 11. ബലാത്സംഗം, കൂട്ടബലാത്സംഗം തുടങ്ങിയ ഹീനമായ കുറ്റങ്ങൾക്ക് വധശിക്ഷ നൽകാൻ ഏതു സംസ്ഥാനമാണ് അടുത്തിടെ ശക്തി ആക്ട് പാസാക്കിയത്? മഹാരാഷ്ട്ര. ബലാത്സംഗം, കൂട്ടബലാത്സംഗം തുടങ്ങിയ ഹീനമായ കുറ്റങ്ങൾക്ക് വധശിക്ഷ നൽകാൻ ശക്തി ആക്ട് പാസാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മലബാറിൽ തേക്ക് മരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ കൊനോലിയെ ചുമതലപ്പെടുത്തിയ കളക്ടർ ഹെൻറി വാലന്റൈൻ. മലബാറിൽ തേക്കുമരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ കൊനോലിയെ ചുമതലപ്പെടുത്തിയ കളക്ടർ ഹെൻറി വാലന്റൈൻ. ഇന്ത്യയുടെ പ്രഥമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷമേത്? ഏപ്രിൽ 1975. ഏപ്രിൽ 1975 ഇന്ത്യയുടെ പ്രഥമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത്. നെഹ്റു ട്രോഫി ബോട്ട് റേസിന്റെ 70ാം പതിപ്പ് ഏതു തീയതിയിലാണ് നടക്കുക? 10 ഓഗസ്റ്റ് 2024. ഓഗസ്റ്റ് 10, 2024 നെഹ്റു ട്രോഫി ബോട്ട് റേസിന്റെ 70ാം പതിപ്പ് നടന്നത്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാകവാഹകൻ ആരായിരിക്കും? PV സിന്ധുവും ശരത് കമലും. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാകവാഹകൻ ആരായിരിക്കും? PV സിന്ധുവും ശരത് കമലും. അടുത്തിടെ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ആർക്കാണ് ലഭിച്ചത്? റോഷ്നി നാഡാർ മൽഹോത്ര. ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചത് ആർക്കാണ്? റോഷ്നി നാഡാർ മൽഹോത്ര. പ്രവാസി വ്യവസായികളുടെ നേതൃത്വത്തിൽ കേരളം ആസ്ഥാനമായി ആരംഭിക്കുന്ന വിമാന കമ്പനി എയർ കേരള. പ്രവാസി വ്യവസായികളുടെ നേതൃത്വത്തിൽ കേരളം ആസ്ഥാനമായി ആരംഭിക്കുന്ന വിമാന കമ്പനിയാണ് എയർ കേരള. അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിതമായത് പുലിക്കയം, കോടഞ്ചേരി, കോഴിക്കോട്. അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിതമായത് എവിടെയാണ്? കോഴിക്കോടാണ്. കോഴിക്കോട്ടിൽ എവിടെയാണ്? കോടഞ്ചേരി, പുലിക്കയം. 9 ജൂലൈ 2024 റഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഔദ്യോഗികമായി നൽകുന്ന പരമോന്നത സിവിലിയൻ അവാർഡിന്റെ പേര്? ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദ അപ്പോസ്റ്റിൽ. ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദ അപ്പോസ്റ്റിൽ ആണ് റഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഔദ്യോഗികമായി നൽകിയ പരമോന്നത സിവിലിയൻ അവാർഡിന്റെ പേര്. എന്നായിരുന്നു ഇത് നൽകിയത്? 2024 ജൂലൈ 9. ഒന്നും കൂടി പറയാം. 2024 ജൂലൈ 9 റഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഔദ്യോഗികമായി നൽകിയ പരമോന്നത സിവിലിയൻ അവാർഡിന്റെ പേരാണ് ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദ അപ്പോസ്റ്റിൽ. ISRO ഷോർട്ട് ലിസ്റ്റ് ചെയ്ത അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് 2 ഗഗൻയാൻ ബഹിരാകാശ സഞ്ചാരികളെ കൊണ്ടുപോകുന്ന ദൗത്യത്തിന്റെ പേര്? ആക്സിയം 4 ദൗത്യം. എന്താണ് ആക്സിയം 4 ദൗത്യം? ISRO ഷോർട്ട് ലിസ്റ്റ് ചെയ്ത അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് 2 ഗഗൻയാൻ ബഹിരാകാശ സഞ്ചാരികളെ കൊണ്ടുപോകുന്ന ദൗത്യത്തിന്റെ പേരാണ്
ആക്സിയം ഫോർ ദൗത്യം. ജൂൺ മാസത്തെ ICC പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് നേടിയത് ആരാണ്? ജസ്പ്രീത് ബുംറ. ജൂൺ മാസത്തെ ICC പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് നേടിയതാരാണ്? ജസ്പ്രീത് ബുംറ.